2 വർഷമായിട്ട് മരങ്ങളുടെ ലീഫ് മൊത്തം മഞ്ഞ കളറായിരുന്നു. നോക്കിയാൽ അറിയാം, മഞ്ഞ കളറായിരുന്നു മൊത്തം. ഇപ്പോൾ ഞങ്ങൾ ഈ കോക്കോമാക്സ് കൊടുത്തേ പിന്നെ ആ മരത്തിൻ്റെ മേൽഭാഗത്തെ വീഡിയോയിൽ നോക്കി കണ്ടുപിടിക്കാം. ആ മേൽഭാഗം മൊത്തം നല്ല പച്ച കളറായി. എല്ലാ മരത്തിൻ്റെയും മേൽഭാഗം നല്ല പച്ച കളറായി. ഈ കോക്കോമാക്സ് കൊടുത്ത് കഴിഞ്ഞ പിന്നെയാണ് അതങ്ങനെ ആയത്. മരത്തിൻ്റെ അകത്ത് തേങ്ങ പിടിക്കുന്ന എല്ലാം താഴെ പോകുമായിരുന്നു. മൊത്തത്തിൽ താഴെ പോയിട്ട് ഇലയെല്ലാം കൊഴിഞ്ഞു പോകുമായിരുന്നു. അതിപ്പോൾ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ശരിയായി വന്നത്. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മരത്തിൻ്റെ കായൊക്കെ ആയി തുടങ്ങി. നിറച്ച് കായായി. ഒരുപാട് മാറ്റമുണ്ട് ഈ മരുന്ന് കൊടുത്താൽ പിന്നെ. ഇപ്പം നല്ല കായൊക്കെ ആയി നല്ല രീതിയിൽ വരുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഷാബു. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ മറയൂർ വില്ലേജിൽ താമസിക്കുന്നതാണ്. ഡൊമിനിക് എബ്രഹാം എന്ന പുള്ളിയുടെ തോട്ടമാണ് ഞാൻ നോക്കുന്നത്. 1 ഏക്കർ 87 സെൻറ് ഉണ്ട്. 100 ജാതിയുണ്ട് ഇതിൽ. അതിൽ 45 തെങ്ങുണ്ട്. ആ തെങ്ങിൽ ആദ്യം കേടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മരുന്ന് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അതുപോലെ പ്ലാവ് നട്ടിട്ടുണ്ട്, റംബൂട്ടാനുണ്ട്, അടയ്ക്ക 550 മരം അടയ്ക്ക മരമുണ്ട്, ചെറിയ തൈ 250 തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. വലിയ തെങ്ങ് 35 തെങ്ങുണ്ട്. അതിൽ ഒരുപാട് കേട് വന്നിട്ടുണ്ട്. ഇലയെല്ലാം ചുരുങ്ങിപ്പോയിട്ട് മൊത്തത്തിൽ താഴെ വീണു. പിന്നെ ഈ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതെല്ലാം ശരിയായി വരുന്നുണ്ട്. മരത്തിൻ്റെ അകത്ത് തേങ്ങ പിടിക്കുന്ന എല്ലാം താഴെ പോകുമായിരുന്നു. മൊത്തത്തിൽ താഴെ പോയിട്ട് ഇലയെല്ലാം കൊഴിഞ്ഞു പോകുമായിരുന്നു. അതിപ്പോൾ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ശരിയായി വന്നത്. APK ഓർഗാനിക്സ്, ഈ മരുന്നിൻ്റെ പേരാണ് കോക്കോമാക്സ്. ഇതെനിക്ക് ഓണർ പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഓണറാണ് ആദ്യം വാങ്ങിച്ചുകൊണ്ട് തന്നത്. ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാത്തിനും തന്നെ മാറ്റം വരുന്നുണ്ട്. ഇത് 1 ലിറ്റർ മരുന്നെടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് എല്ലാ ചൂട്ടിലും ഒഴിച്ചു കൊടുക്കുമായിരുന്നു, വട്ടത്തിൽ. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. സ്റ്റാർട്ടിങ്ങിൽ മരം ആദ്യം മാറ്റം ചെറിയ മാറ്റങ്ങൾ വന്നായിരുന്നു. പിന്നെ ഇലയെല്ലാം റെഡിയായി വന്ന് പച്ചപ്പായി. ഈ തേങ്ങ ഒഴിച്ചിലൊക്കെ നിന്ന് ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മൊത്തം. ഇതിപ്പോൾ 6 മാസമായി. ഇപ്പോൾ 6 മാസത്തിലാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ സപ്ലൈക്ക് സ്പ്രിങ്ക്ലർ വഴിയാണ് മൊത്തം കൊടുക്കുന്നത്. വാട്ടർ സപ്ലൈ മൊത്തം സ്പ്രിങ്ക്ലർ. ടാങ്കിൽ വെള്ളം വരും, ആ വെള്ളത്തിൽ നിന്ന് സ്പ്രിങ്ക്ലർ വഴി മൊത്തം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ജൈവവളമാണ് മൊത്തം ചെയ്യുന്നത്. ചാണകം ഞങ്ങൾ കൊടുക്കും വർഷത്തിൽ 1 പ്രാവശ്യം. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി. ഞങ്ങളിവിടെ ഇതിൽ കളയ്ക്ക് മരുന്നൊന്നും അടിക്കുകയില്ല, റൗണ്ട് അപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. എല്ലാം ഓർഗാനിക് രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പുല്ല് വെട്ടുന്ന മെഷീൻ വെച്ച് മൊത്തം അടിച്ചിട്ട് ട്രില്ലർ വെച്ച് ഉഴുത് അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ഇത് കൂട്ട് ജൈവവളം കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. എല്ലാം ഓർഗാനിക്. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മരത്തിൻ്റെ കായൊക്കെ ആയി തുടങ്ങി. നിറച്ച് കായായി. ഒരുപാട് മാറ്റമുണ്ട് ഈ മരുന്ന് കൊടുത്താൽ പിന്നെ. ഇപ്പം നല്ല കായൊക്കെ ആയി നല്ല രീതിയിൽ വരുന്നുണ്ട്. 2 വർഷമായിട്ട് മരങ്ങളുടെ ലീഫ് മൊത്തം മഞ്ഞ കളറായിരുന്നു. നോക്കിയാൽ അറിയാം, മഞ്ഞ കളറായിരുന്നു മൊത്തം. ഇപ്പോൾ ഞങ്ങൾ ഈ കോക്കോമാക്സ് കൊടുത്തേ പിന്നെ ആ മരത്തിൻ്റെ മേൽഭാഗത്തെ വീഡിയോയിൽ നോക്കി കണ്ടുപിടിക്കാം. ആ മേൽഭാഗം മൊത്തം നല്ല പച്ച കളറായി. എല്ലാ മരത്തിൻ്റെയും മേൽഭാഗം നല്ല പച്ച കളറായി. ഈ കോക്കോമാക്സ് കൊടുത്ത് കഴിഞ്ഞ പിന്നെയാണ് അതങ്ങനെ ആയത്. ഈ പുതിയ മെത്തേഡാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഇത് കളയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പുതിയ ഷീറ്റ് വിരിച്ച് ഞങ്ങൾ 3 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് ഷീറ്റിന്. ഈ ഷീറ്റ് ഞങ്ങൾ വിരിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ആദ്യം. കള കൺട്രോൾ ചെയ്യാൻ വേണ്ടി. മൊത്തം ഏരിയയിൽ കംപ്ലീറ്റ് ഷീറ്റ് വിരിക്കാനാണ് പ്ലാൻ. സോളാറിൻ്റെ മോട്ടർ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് താഴെ ഒരു തോടുണ്ട് ഞങ്ങളുടെ പറമ്പിൽ. അവിടെ സോളാറിൻ്റെ മോട്ടർ, ഓട്ടോമാറ്റിക് മോട്ടർ വെച്ചിട്ടുണ്ട്. ആ മോട്ടറിൽ നിന്ന് വെള്ളം വന്ന് ഈ ടാങ്കിൽ ചാടി. ഈ ടാങ്കിൽ നിന്ന് സ്പ്രിങ്ക്ലർ വഴി 120 സ്പ്രിങ്ക്ലർ ഉണ്ട്. അതിൽ പറമ്പ് മൊത്തം നനയ്ക്കുന്നത്. അതാണ്.